ഈ തെരഞ്ഞെടുപ്പിൽ പല വിസ്മയങ്ങളും സംഭവിക്കുമെന്ന് വി ഡി സതീശൻ തമാശ രൂപയുടെ പറഞ്ഞു. വിസ്മയങ്ങൾ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, അച്ചട്ടായി. തീർച്ചയായിട്ടും വലിയൊരു വിസ്മയം സംഭവിക്കാൻ പോയി തെരഞ്ഞെടുപ്പിൽ. അത് എല്ലാവരും വിചാരിക്കും ഇപ്പോൾ വട്ടിയൂർക്കാവിലാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരാം. ഇനി അഥവാ പിന്നെ നമ്മുടെ കാട്ടാക്കടയാണോ, ഇങ്ങനെയൊക്കെ പലർക്കും പല സംശയം, നേമത്താണോ, ഇങ്ങനെ സംശയങ്ങൾ. പക്ഷെ അല്ല, ശരിക്കും ഒരു ഞെട്ടൽ ഉണ്ടാവാൻ പോകുന്നത് ഏതാണെന്ന് രാജഗോപാലൻ പറഞ്ഞു. ഉടനീളം വലിയ വിസ്മയം സംഭവിക്കാൻ പോവുകയാണ്. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം BJPക്കും NDAക്കും അനുകൂലമായ വോട്ട് പോളറൈസേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് 18 മുതൽ 28 സീറ്റ് വരെ NDA നേടും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. മെയ് 4-ാം തീയതി നമുക്ക് ആ ചർച്ചയിലും രാജഗോപാൽ ഉണ്ടാവും. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എടുത്തു ചോദിക്കാം. തീർച്ചയായും. അതില് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കണ്ണൂർ ജില്ലയിൽ ഒരു സീറ്റ് BJP നേടാൻ പോവുകയാണ്. കണ്ണൂരില്. കോഴിക്കോട് വിസ്മയം തന്നത് തീർച്ചയായിട്ടും. കോഴിക്കോട് 2 സീറ്റ് നേടാൻ പോവുകയാണ്. തൃശ്ശൂര് 3 സീറ്റ് നേടാൻ പോവുകയാണ്. പിന്നെ തിരുവനന്തപുരത്ത് ആൾറെഡി എല്ലാവർക്കും അറിയാം 4 സീറ്റ് 5 സീറ്റോ ആവാമെന്ന്. അവിടെയും 3 ഉറപ്പായിട്ടുമുണ്ട്. പക്ഷേ ഈ നമ്മുടെ ബിഗ് TV എന്ന് പറഞ്ഞൊരു TV വന്നിട്ടുണ്ട്. അത് നടത്തിയ സർവേയിൽ കേരളം മുഴുവൻ പരിധി നടന്നിട്ട് ആകെപ്പാടെ പൂർണ്ണമായിട്ടില്ല, തെക്കോട്ട് വടക്കോട്ട് വന്നിട്ട് ആകെ 2 സീറ്റും കൊണ്ട് നിൽക്കുകയാണ് BJPക്ക് NDA. ഇല്ല അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊരു അവർ പറയുന്ന തെറ്റെന്ന് പറയാൻ പറ്റില്ല. രസകരമായ സെന്റൻസ് എനിക്ക് തോന്നി എന്താണെന്നറിയോ, അവിടെ വേണു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അപ്പൊ ഓരോ മണ്ഡലത്തിലും പറയുമ്പോൾ അത് എനിക്ക് BJP ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അത് തിരിച്ചിട്ട് BJPക്ക് എതിരായിട്ട് ഞാൻ അത് CPM കൊടുക്കാൻ പോകും. അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അയാളുടെ ഈ വി ഡി സതീശൻ പോലെ അയാളുടെ ബോധ്യം അനുസരിച്ചാണ് ഒരു ചാനൽ പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല, വട്ടുപിടിച്ചോ ട്രംപിനെ പോലെ ഇവിടെ കേരളത്തിലും എല്ലാവർക്കും. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ജനഹൃദയത്തിലും ജനമനസ്സിലും ഉണ്ടായ മാറ്റങ്ങൾ ഈ പത്രപ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾക്ക് താങ്ങാൻ പറ്റും, തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത് മാത്രമേ താങ്ങാനും കഴിയുന്നില്ല. അത് രണ്ടാമത് നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലെ ചുരുക്കി പറഞ്ഞാൽ റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവും പൊരുത്തപ്പെടാൻ അവർക്ക് പറ്റുന്നില്ല. പിന്നെ ചിലർക്ക് അത് അറിയാൻ പറ്റുന്നില്ല. അറിഞ്ഞാലും പൊരുത്തപ്പെടാൻ പറ്റാത്തവർ നുണകൾ പ്രചരിപ്പിക്കുകയാണ്. ഇതുവരെ അങ്ങനെയായിരുന്നു, ഇപ്പോൾ അത് വളരെ കൂടുതലായിരിക്കുന്നു. പക്ഷെ ഇതൊന്നുമല്ല. കേരളത്തിൽ 10 സീറ്റ് NDAക്ക് ഉറപ്പാണ്. പിന്നെ ഇതൊരു വലിയ അത്ഭുതകരമായ സംഗതി എന്ന് പറഞ്ഞാൽ BJPക്ക് ഇതുവരെ കാര്യമായ സഖ്യകക്ഷികളൊന്നും ഉണ്ടായിരുന്നില്ല. BDJS ആണ് അവരൊരു സഖ്യകക്ഷി എന്നല്ലാതെ അവർക്ക് വോട്ടിംഗ് പാറ്റേണിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ വോട്ടിംഗ് ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം. പക്ഷെ ഇപ്രാവശ്യം 2020 എന്ന് പറഞ്ഞൊരു കക്ഷി, അവരുടെ രംഗപ്രവേശം എറണാകുളം ജില്ലയിൽ മാത്രമാണെങ്കിലും ഭയങ്കരമായ ഇമ്പാക്റ്റ് BJPക്ക് അനുകൂലമായിട്ടുണ്ടാക്കും. 1, 2 ചിലപ്പോൾ 4 സീറ്റുകൾ വരെ നേടിക്കൂടാതില്ല. പക്ഷെ നേടും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊക്കില്ല. അത് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് അനുസരിച്ചായിരിക്കും. കാരണം ഈ വോട്ടിങ്ങിനോട് അടുക്കുന്ന ഒരു 2-3 ദിവസം ലാസ്റ്റ് ലെഗ് ആ അവസാന പാദത്തിലുണ്ടാകുന്ന ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അത് ഇപ്രാവശ്യം ആ ഷിഫ്റ്റ് NDAക്ക് അനുകൂലമായിട്ട് സംഭവിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ഉപോത്ബലകമായിട്ടൊരു ബേസ് വേണമല്ലോ, അതിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? അത് ഇതിനു മുമ്പൊരിക്കൽ ഒരു ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വോട്ടിംഗ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു മനപരിവർത്തനം, ഒരു മാറ്റം വേണമെന്നുള്ള ആഗ്രഹം. ഒപ്പം ഈ LDFും UDFും മുന്നണികൾ വർഗീയമായ പ്രീണനം വോട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അത് ഹിന്ദുവിരുദ്ധമായ സമീപനമായി അവർക്ക് ബോധ്യപ്പെടുന്നു. അത് മാറണം എന്നുള്ള ആഗ്രഹം. ഇതിനു പുറമെ യുവാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ ചേഞ്ച്, ഈ രാഷ്ട്രീയ അതായത് പാർട്ടി രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് ചിന്തിക്കുന്ന യുവതലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ മനസ്സും അവരുടെ സമീപനവും ഒക്കെ NDAക്ക് അനുകൂലമാണ്. ഇനി ഇതിലൊക്കെയും ഒരു കുറെ കൂടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാവുന്നത് ഈ SIR നടന്നല്ലോ. അതിൽ 140 മണ്ഡലങ്ങളിലായിട്ട് ഏതാണ്ട് 8,40,000 വോട്ടർമാർ ഇല്ലാതായി.
ഒന്നുകിൽ പ്രധാനപ്പെട്ട ആ, SIR SIR. ഒതുക്കിയത് ഒന്നുകിൽ കള്ളവോട്ട് മരിച്ചുപോയ വോട്ട്, അല്ലെങ്കിൽ വെറുതെ എഴുതി ചേർത്ത്, എന്തായാലും അവരെല്ലാം പോയി. അതുകൊണ്ട് ഇനി പരാതാത്മാക്കളൊന്നും വോട്ട് പ്രധാനപ്പെട്ട ചെയ്യില്ല. പോയിന്റാണ്. പരേതാത്മാക്കളൊന്നും ഇനി വോട്ട് ചെയ്യില്ല. അപ്പോ അതൊക്കെ പ്രേത വോട്ടുകൾ ഉണ്ടാവില്ല. അപ്പൊ ധൈര്യമായിട്ട് ഉണ്ടാവില്ല, കള്ള വോട്ടും ഉണ്ടാവില്ല. പോളിംഗ് ഓഫീസർമാർക്ക് ധൈര്യമായിട്ട് അവരുടെ ബൂത്തുകളില് തലേദിവസം വരെ ഇവിടെ ഉറങ്ങേണ്ടവരാണ്. അവർക്ക് അവിടെ ആ പരിസരത്ത് ഉറങ്ങാൻ പറ്റും. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 3-4 തെരഞ്ഞെടുപ്പുകളിലായിട്ട് ഏത് മുന്നണി ജയിച്ചാലും ഏത് കാൻഡിഡേറ്റും ഒരു 5000-ൽ താഴെ ഭൂരിപക്ഷത്തിലാണ് മിക്കവാറും എല്ലാ, അപൂർവം ചില വ്യത്യസ്തം കാണാം. 5000-ൽ താഴെ ഈ 140 മണ്ഡലങ്ങളിലായിട്ട് കുറഞ്ഞ ഇത്രയും വോട്ടുകൾ നോക്കിയാൽ തന്നെ ആ കള്ള വോട്ട് മാറുമ്പോൾ വോട്ടിങ്ങിൻ്റെ റിസൾട്ടിന് ഭയങ്കരമായ മാറ്റം. കള്ളവോട്ട് ചെയ്യുന്നത് അധികവും നമ്മളങ്ങനെ പറയാൻ പാടില്ലെങ്കിലും ഇടതുപക്ഷക്കാരും UDFകാരുമാണ്. അല്ല വേറെ ആരും കള്ളവോട്ട് ചെയ്യാറില്ല. അവർക്ക് ഇനി അത് പറ്റില്ല. അപ്പം അത് വോട്ടിങ്ങിൻ്റെ സ്വഭാവം തന്നെ മാറ്റിക്കളയും. അപ്രതീക്ഷിതമായ ഇതിനെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് BJPക്കാർ വിളിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതുപോലെ ഈ ആളുകളുടെ മാനസിക പരിവർത്തനം, വോട്ടിംഗ് ആളുകൾക്ക് രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമീപനത്തിൽ വരുത്തുന്ന ഒരു മാറ്റം, അത് അവരുടെ ആ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യം. എത്ര ലക്ഷം വോട്ടാണ് ഈ SIR? 8,40,000 എന്ന് പറയുമ്പോൾ ഇത് പറയുന്ന മണ്ഡലങ്ങളിലേക്കുള്ളത് ഇതാണ്. പക്ഷേ മറുവശത്ത് SDPI തരം പോലെ ഇങ്ങനെ മാറിക്കളിക്കുന്ന, ഇപ്പൊ തന്നെ അവര് വടക്ക് മഞ്ചേശ്വരത്ത് വോട്ട് ചെയ്യുന്നത് UDFന് വേണ്ടിയാണ്, സുരേന്ദ്രനെ തോൽപ്പിക്കാൻ. അതുപോലെ നേമത്ത് അവർ വോട്ട് ചെയ്യുന്നത് LDFന്, അവിടെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ. ഇടയ്ക്കുള്ള ഭാഗത്ത് മുഴുവൻ അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മതേതര കക്ഷിയായിട്ടുള്ള മതനിരപേക്ഷ കക്ഷിയായിട്ടുള്ള മുന്നണിയായിട്ടുള്ള CPMനാണ് കൊടുത്തത്. അതൊരു കളിയല്ലേ? ആ ഒരു കളി അതൊരു കളിയാണ്. കളി SIRനെ നിർവീര്യമാക്കില്ലേ എന്നുള്ളതാണ്. SIRനെ ഒരിക്കലും നിർവീര്യമാക്കില്ല. കാരണം SIRനെ അതിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ അല്ല, SIR മൂലം ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ മാറ്റിയെടുക്കില്ലേ? ഇല്ല. അതിന് കാരണം ഈ SDPIയും വെൽഫെയർ പാർട്ടിയും അത് തീവ്ര പാർട്ടിയാണ്. പിന്നെ PDP അതൊക്കെ അപ്രസക്തമാണ് എങ്കിൽ പോലും, പിന്നെ ജമാഅത്തെ ഇസ്ലാമി അവർക്ക് കുറച്ച് ഓട്ടമുള്ളവരാണ്. ഇവരെല്ലാം കാലാകാലം, അതായത് ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് നോക്കി അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രവണതയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർ അനുസരിച്ച് വരുന്നത്. സംഘടനകൾക്ക് ഇപ്രാവശ്യം അവരുടെ കണക്കൂട്ടൽ UDFന് അനുകൂലമാണ്. അതുകൊണ്ട് UDFന് വേണ്ടി അവർ പൊതുവായി വോട്ട് ചെയ്യും. പക്ഷേ എവിടെയെങ്കിലും BJP സ്ഥാനാർത്ഥിക്കോ NDA സ്ഥാനാർത്ഥിക്കോ വിജയസാധ്യത ഉണ്ടെങ്കിൽ അവിടെ അവരതിനനുസരിച്ച്, അതായത് ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്താലാണ് നല്ലതെങ്കിൽ അവർ ഇടതുപക്ഷത്തിന് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അവർക്ക് VMP എന്ന് പറയാം, വോട്ട് മറിക്കൽ പാർട്ടി. ഇതെന്ത്? പക്ഷേ അതിൻ്റെ ഒരു നിലപാടില്ലാത്ത പാർട്ടി. ഈ നിലപാട് രാഷ്ട്രീയക്കാർക്കും പത്രപ്രവർത്തകർക്ക് മാത്രമല്ല, ഇപ്പൊ സാമാന്യ ജനത്തിനും അറിയാം. അത് ശരി. അത് ഈ UDFും LDFും നടത്തുന്ന അപ്പീസ്മെന്റിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സമീപനം വരുന്നതെന്നും അറിയാം. അതുകൊണ്ട് അതിന് ബദലായിട്ടുള്ള ഹിന്ദു വോട്ട് കൺസോളിഡേഷനും ക്രിസ്ത്യൻ അലൈൻമെന്റും വേറെ എന്ത് തരത്തിലുള്ള അവർ മാറി ചെയ്താലും ഫലമില്ലാത്ത FRCA എന്ന് പറയുന്ന ഒരു ബില്ല് ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ അത് തെറ്റിദ്ധാരണ താല്പര്യം അല്ല. അത് കൊണ്ടുവരാൻ അത് ഈ പൊളിറ്റിക്കലായിട്ട് അത്ര വേണ്ടായിരുന്നു. പക്ഷെ അത് വെറും തെറ്റിദ്ധാരണയാണ്. കാരണം ഇത് ആരെയും നിരോധിക്കാനോ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് തടയാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. വിദേശ ഫണ്ട് സ്വീകരിക്കാം, പക്ഷെ സ്വീകരിക്കുന്ന ഫണ്ടിന്റെ വിനിയോഗത്തിന്റെ കണക്ക് വയ്ക്കണം. അതാണ് സുതാര്യത. എല്ലാ തലത്തിലും നടപ്പാക്കുന്നത് അത്രേ ഉള്ളൂ. ട്രാൻസ്പെറൻസിയുടെ ഭാഗമാണിത്. കറക്റ്റ്. ഇപ്പൊ മാതാമൃതാനന്ദമയ്യോ അല്ലെങ്കിൽ ശ്രീ രവിശങ്കറോ അവരൊക്കെ വാങ്ങുന്നത് പോലെ വിദേശ ഫണ്ട് ഈ ക്രിസ്ത്യൻ മിഷണറിമാരൊന്നും വാങ്ങുന്നില്ല. ഹിന്ദുക്കളാണ് 90% വിദേശ വാങ്ങുന്നത്. പക്ഷേ അവർക്കാർക്കും ഒരു എതിർപ്പുമില്ല. കാരണം അവരൊക്കെ കണക്ക് സൂക്ഷിക്കുന്നുണ്ട്. ഈ കണക്ക് സൂക്ഷിക്കാൻ വൈമനസ്യമുള്ളവർക്കാണ്, അല്ലെങ്കിൽ അവരെന്തിനു വേണ്ടി ഇത് ചെലവാക്കുന്നു എന്ന് പറയാൻ പണം വാങ്ങിച്ച് പുട്ടടിക്കുന്നവർ അവരെ ഉദ്ദേശിച്ചാണ് ഈ ബില്ല്. അതിനോട് സഹകരിക്കുകയാണ് ക്രിസ്തീയ സംഘടനകൾ. വാസ്തവടിക്കുകയല്ല അവർ ചെയ്യുന്നത്.
മതപരിവർത്തനം പോലെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നു. അത് രാജ്യദ്രോഹമാണ്. അതാണ് ഇത് എതിർക്കപ്പെടാനുള്ള കാരണം. അതിന്റെ പേരിലാണ് ചില പെന്തക്കോസ്ത് സംഘടനകള് പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് വസ്ത്രം, വിദ്യാഭ്യാസത്തിന്റെ ചില സകലമായ ചെലവുകൾ അതിന്റെ പേരിലാണ്, അല്ലാതെ കൺവിൻസ്ഡ് ആയിട്ടല്ല. അത് കേരളത്തിൽ നാടാർ സമൂഹത്തിനിടയിലും ധാരാളമായിട്ട് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പണത്തിന്റെ പേരിൽ പ്രലോഭിപ്പിച്ചുകൊണ്ട് മതം മാറ്റുക അത് കണ്ടെത്തപ്പെടുമോ എന്നുള്ള ഭയമാണ് ഇവരെ. പക്ഷേ ക്രിസ്ത്യൻ സഭകളിൽ ബഹുഭൂരിപക്ഷവും അങ്ങനെ ചെയ്യുന്നവരല്ല. ഈ കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമുള്ള അവരാരും മതപരിവർത്തനൊന്നും പോകത്തില്ല. ഹിന്ദുക്കളെ പാവങ്ങളെ മതം നോക്കാതെ സഹായിക്കുന്നവരാണ് ഈ മാർത്തോമാ സഭക്കാര്, ഓർത്തഡോക്സ്, യാക്കോബൈറ്റ്, മതം നോക്കാതെ എത്രയോ പേര് അവർ സഹായിക്കുന്നുണ്ട്. മതപരിവർത്തനം ചെയ്തത് മിഷണറി സീലോട് കൂടി അത്രേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും വലുതായിട്ട് ബാധിക്കില്ല. അവരുടെ ആശുപത്രിയിൽ എത്ര ഹിന്ദുക്കൾ ജോലി ചെയ്യുന്നു, ഒരുപാട് പേരുണ്ട്. പക്ഷെ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് അതല്ല. അമേരിക്കൻ ഗവൺമെന്റുമായിട്ട്, പ്രത്യേകിച്ച് റിപ്പബ്ലിക്കനുമായിട്ട് വലിയ ബന്ധമുള്ളവരാണ്. ഇന്ത്യയിൽ അടിച്ചു മതം ഏൽപ്പിക്കാൻ അതിന് പണം കൊടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലെയൊക്കെ ഈ അഴിമതി എന്ന് പറയുന്ന പോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചെലവിന്റെ കാര്യത്തിൽ നടത്തുന്ന ധൂർത്തടി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ധൂർത്തടി മതപരിവർത്തനത്തിൽ എത്ര ബൈബിളാ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നത്. ഇന്ത്യയില്, ശ്രീലങ്കയില്, നേപ്പാളില്, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കാശ് ഈ ബന്ധക്കോസ് വഴി ചെലവഴിക്കപ്പെടുന്നു. ഇതാണല്ലോ ബിഷപ്പ് ഡെസ്മണ്ട് ടൂറ്റു ആണെന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞത്. അവർ വന്നു, അവര് ഒരു കയ്യിൽ തോക്കും മറു കയ്യിൽ ബൈബിളുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നു. എന്നിട്ട് തിരിച്ചു പോയപ്പോൾ ബൈബിൾ ഞങ്ങൾക്കും തന്നു, തോക്ക് അവരും കൊണ്ടുപോയി, കാശും തോക്കും അവരും കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.